ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യുമേറ്റിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 7ാം ക്ലാസ്സിലെ മക്കളുടെ തൊഴിൽ ഉൾഗ്രഥിത വിദ്യാഭ്യാസം എന്ന പുസ്തകത്തിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററാണ്. കൃഷി എന്നാണ് ഈ പാഠത്തിൻ്റെ പേര്. ഇതിലെ മുഴുവൻ പ്രവർത്തനങ്ങളാണ് നമ്മൾ നോക്കുന്നത്. പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് അധികവും സ്കൂളുകളിൽ ചെയ്ത് നോക്കാനും വീടുകളിൽ ചെയ്ത് നോക്കാനും ഒക്കെയുള്ള പ്രവർത്തനങ്ങളാണ്. അതിലുള്ള ചോദ്യോത്തരങ്ങളും പിന്നെ അതിൽ പറയുന്ന സംഗ്രഹം എന്താണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. നിങ്ങൾക്ക് ആവശ്യമുള്ള 7ാം ക്ലാസ്സിലെ മറ്റു വിഷയങ്ങളുടെ വീഡിയോസൊക്കെ STD7 ഓൾ സബ്ജക്ട്സ് എന്നുള്ള പ്ലേലിസ്റ്റിൽ ലഭ്യമാണ്. 1 മുതൽ 5 വരെയുള്ള ക്ലാസ്സിലെ മക്കൾക്ക് വേണ്ട ട്യൂഷൻ ക്ലാസ്, ഓൺലൈൻ ട്യൂഷൻ ക്ലാസ് നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ സിബ്ലിങ്സോ പരിചയക്കാരോ അനിയനോ അനിയത്തിയോ നെയ്ബേഴ്സോ ഒക്കെ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഞാൻ താഴെ കൊടുത്തിരിക്കുന്ന ആ കോൺടാക്റ്റ് നമ്പറിൽ അഡ്മിഷൻ എടുക്കാനായിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കുക. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. തുടങ്ങുന്ന സമയത്ത് നോക്കൂ, എന്താ ഇവിടെ കാണുന്നത്? വ്യത്യസ്ത തരത്തിലുള്ള പഴങ്ങളും പച്ചക്കറികളും ഒക്കെ അല്ലേ, അതിന്റെ ചിത്രങ്ങളാണ് കാണുന്നത്. അതിന് താഴെ എഴുതിയ സന്ദേശം നോക്കൂ, മനസ്സുണ്ടെങ്കിൽ മാനത്തും വിള. എന്താ അങ്ങനെ പറഞ്ഞാല്, നമുക്ക് മനസ്സുണ്ടെങ്കിൽ കൃഷി ചെയ്യാൻ, നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എവിടെ വേണമെങ്കിലും നമുക്ക് കൃഷി ചെയ്ത് വിളവെടുക്കാം എന്നാണ് പറയുന്നത് അല്ലേ. അപ്പം നമ്മൾ പറയുന്നുണ്ടാവും, എന്താ എൻ്റെ വീട്ടിൽ കൃഷി ചെയ്യാൻ സ്ഥലമില്ല, എനിക്ക് ഇത്തിരി സ്ഥലം അത്യാവശ്യത്തിന് കൃഷി ചെയ്യാനുള്ള സ്ഥലമില്ല, അല്ലെങ്കിൽ സൗകര്യമില്ല എന്നൊക്കെ പറയുന്നവരുണ്ടാവും. പക്ഷേ എന്താണ്, നമുക്ക് അതിയായ ആഗ്രഹമുണ്ട്, എന്തെങ്കിലും പച്ചക്കറികൾ ഉണ്ടാക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്കുള്ള സ്ഥലത്തുള്ള സൗകര്യത്തിൽ വെച്ചിട്ടും ചെയ്തു നോക്കാവുന്നതാണ്. വിള സമൃദ്ധിയിലേക്ക്. സ്ഥലപരിമിതിയുള്ള അവസരത്തിൽ ഗ്രോ ബാഗ് നിർമ്മിച്ച് കൃഷി ചെയ്യുന്ന രീതി നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. കുറഞ്ഞ സ്ഥലത്ത് കൂടുതൽ കൃഷി ചെയ്യുന്നതിനുള്ള അന്വേഷണങ്ങൾ പലയിടത്തും നടക്കുന്നുണ്ട്. അതിലൊന്ന് നമുക്ക് പരിചയപ്പെടാം. കാർഷിക രംഗത്തെ ശ്രദ്ധേയമായൊരു മാറ്റമാണ് വെർട്ടിക്കൽ ഫാമിംഗ് അഥവാ ലംബ കൃഷി. കുത്തനെ അടുക്കിയ പാളികളിൽ വിളകൾ കൃഷി ചെയ്യുന്ന രീതിയാണ് ഇത്. കെട്ടിടങ്ങൾക്കകത്തും നഗരപ്രദേശങ്ങളിലും പരിമിതമായ കൃഷിഭൂമികളിലും ഉയർന്ന കെട്ടിടങ്ങളിലും ഈ കൃഷിരീതി സാധ്യമാകുന്നു. കാർഷികോൽപാദനം പരമാവധി വർദ്ധിപ്പിക്കുക എന്ന ആവശ്യത്തിൽ നിന്നാണ് ഈ ആശയം ഉടലെടുത്തത്. ചീര, തക്കാളി, വഴുതന, വെണ്ട തുടങ്ങി മിക്ക പച്ചക്കറികളും നമുക്ക് ഇങ്ങനെ കൃഷി ചെയ്യാം. ലംബ കൃഷി അഥവാ വെർട്ടിക്കൽ ഫാമിംഗ് മാതൃകയിൽ പച്ചക്കറികൾ കൃഷി ചെയ്യാനായി തയ്യാറാക്കിയിരിക്കുന്ന ഒരു സജ്ജീകരണമാണ് നമുക്ക് ചിത്രത്തിൽ കാണുന്നത്. വെർട്ടിക്കൽ ഗാർഡൻ, അതിൻ്റെ ഒരു ചിത്രവും താഴെ തന്നിട്ടുണ്ട്. ഭിത്തിയിലോ മറ്റ് ലംബമായ പ്രതലങ്ങളിലോ പ്രത്യേക സജ്ജീകരണങ്ങൾ ഒരുക്കി ചെടികൾ വളർത്തുന്ന രീതി പ്രചാരത്തിലുണ്ട്. ഇതിനെ വെർട്ടിക്കൽ ഗാർഡൻ എന്നാണ് പറയുക. ഗ്രീൻ ഭിത്തികൾ, ലൈവ് ഭിത്തികൾ എന്നീ പേരുകളിലും ഇത് അറിയപ്പെടുന്നു. പ്രദേശങ്ങളുടെ മനോഹാരിത വർദ്ധിപ്പിക്കാനും വായു ശുദ്ധീകരിക്കാനും വെർട്ടിക്കൽ ഗാർഡൻ സഹായകമാണ്. ലംബകൃഷിയുടെ ഒരു മാതൃക തയ്യാറാക്കാനാണ് ഇനി പറഞ്ഞിട്ടുള്ളത്. അതിനാവശ്യമായ സാമഗ്രികൾ വെൽഡ് മെഷ്, ഒരു 12 ഗേജ്, പിന്നെ 5 അടി ഉയരവും 1 മീറ്റർ നീളവുമുള്ള വെൽഡ് മെഷാണ് വേണ്ടത്. പിന്നെ ഷെയ്ഡ് നെറ്റ് അഥവാ ഗ്രീൻ നെറ്റ്, മെഷിനേക്കാൾ 10 സെന്റിമീറ്റർ നീളവും വീതിയും കൂടുതലുള്ളത്. 1/2 ഇഞ്ച് PVC പൈപ്പ്, 5 അടി, 1/2 ഇഞ്ച് പൈപ്പിൽ ക്യാപ്പ്, മെഷ് കെട്ടിവെക്കാനുള്ള ചരട്, കത്രിക, ഇത്രയാണ് വേണ്ടത്. ഇനി നിർമ്മിക്കേണ്ട രീതി താഴെ തന്നിട്ടുണ്ട്. 1.5 മീറ്റർ ഉയരമുള്ള ടവറാണ് നമ്മൾ നിർമ്മിക്കുന്നത്. വെൽഡ് മെഷിന്റെ ഉൾവശത്തായി ഗ്രീൻ നെറ്റ് ചിത്രത്തിൽ കാണുന്നത് പോലെ യോജിപ്പിച്ച ശേഷം വെൽഡ് മെഷിന്റെ 2 അറ്റങ്ങളും ചേർത്ത് കെട്ടുക. ഇപ്പോൾ സിലിണ്ടർ ആകൃതിയിൽ ഒരു ടവർ തയ്യാറായി. മണ്ണിലോ പരന്ന പാത്രത്തിലോ ഈ ടവർ വെക്കാവുന്നതാണ്. 1/2 ഇഞ്ച് PVC പൈപ്പ് 1.5 മീറ്റർ നീളത്തിലെടുത്ത് അടിവശം ക്യാപ്പ് ഇട്ട് ഉറപ്പിക്കണം. 8 സെന്റിമീറ്റർ അകലത്തിൽ പൈപ്പിൽ പലയിടങ്ങളിലായി സുഷിരങ്ങൾ ഇടുക. ഇത് ആദ്യം തയ്യാറാക്കിയ മെഷിന്റെ മധ്യഭാഗത്ത് വെച്ച ശേഷം ഉണങ്ങിയ ഇലകൾ പൈപ്പിന് ചുറ്റുമായി ഇടണം. ഇലകൾക്ക് മുകളിൽ ചാണകം കലക്കി കുഴമ്പ് രൂപത്തിൽ ഒഴിക്കുന്നത് ഇലകൾ ജീർണിക്കുന്നത് ത്വരിതപ്പെടുത്തും. ഇതിനു മുകളിലായി പോട്ടിംഗ് മിശ്രിതം, അതായത് മണ്ണ്, മണൽ അല്ലെങ്കിൽ ചകിരിച്ചോറ്, ജൈവവളം എന്നിവ നിറയ്ക്കാം. ഇങ്ങനെ ഉണങ്ങിയ ഇലകൾ, പോട്ടിംഗ് മിശ്രിതം എന്നിവ ഇടവിട്ട് പാളികളായി മെഷ് സിലിണ്ടറിൽ നിറയ്ക്കുക. ഓരോ തവണയും പോട്ടിംഗ് മിശ്രിതം ഇടുമ്പോൾ ഒരു കമ്പ് ഉപയോഗിച്ച് നന്നായി കുത്തിയമർത്താൻ ശ്രദ്ധിക്കണം. ഇപ്പോൾ ലംബ കൃഷിക്ക് അഥവാ വെർട്ടിക്കൽ ഫാമിങ്ങിന് ആവശ്യമായ ടവർ തയ്യാറായി. ടവർ നിറച്ച ശേഷം ഏകദേശം 30 സെന്റിമീറ്റർ ഇടവിട്ട് പലയിടങ്ങളിലായി നെറ്റ് മുറിച്ച് ദ്വാരങ്ങൾ ഉണ്ടാക്കി ചെടികൾ നടാം. 1.5 മീറ്റർ ഉയരവും 1/2 മീറ്റർ വ്യാസവും ഉള്ള ടവറിൽ 20 തൈകൾ വരെ നടാവുന്നതാണ്. വെള്ളം, വളം എന്നിവ ദ്രാവക രൂപത്തിൽ PVC പൈപ്പിലൂടെ നൽകണം. നമുക്കവിടെ ഓരോ ഘട്ടങ്ങളും അതിൻ്റെ ചിത്രങ്ങളായിട്ട് തന്നിട്ടുണ്ട്. നിയന്ത്രിത പരിസ്ഥിതി കൃഷി. നിയന്ത്രിത പരിസ്ഥിതി കൃഷിയാണ് ലംബ കൃഷിയുടെ അടിസ്ഥാനം. ജലത്തിന്റെ കാര്യക്ഷമമായ ഉപയോഗം, അനുയോജ്യമായ തരത്തിൽ സൂര്യപ്രകാശം ലഭ്യമാക്കൽ, കാലാവസ്ഥാ നിയന്ത്രണം, കൃത്യമായ ഈർപ്പ്, താപ നിയന്ത്രണം, കൃത്യമായ വളപ്രയോഗം തുടങ്ങിയവ നിയന്ത്രിത പരിസ്ഥിതി കൃഷിയുടെ പ്രത്യേകതകളാണ്.
ഇനി ടീച്ചറുടെ സഹായത്തോടു കൂടി നിങ്ങൾ സ്കൂളിൽ ലംബകൃഷി ചെയ്യണം. എന്നിട്ട് അതിനുശേഷം നിങ്ങളുടെ വിദ്യാലയത്തിൽ ചെയ്ത ലംബകൃഷിയെക്കുറിച്ച് പ്രവർത്തന ഡയറിയിൽ രേഖപ്പെടുത്തണം. താഴെ പറയുന്ന വിവരങ്ങൾ നിങ്ങൾക്ക് അതിൽ ഉൾപ്പെടുത്താം. വേരുകളുടെ നിർമ്മാണ രീതി, വലുപ്പം, എണ്ണം, കൃഷി ചെയ്ത പച്ചക്കറി ഇനങ്ങൾ, വിളകൾക്ക് നൽകിയ പരിചരണം, കാലയളവ്, ചെലവ്, ലംബകൃഷിയുടെ ഫലപ്രാപ്തി, ലംബകൃഷി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതായത് സൂര്യപ്രകാശത്തിന്റെ ലഭ്യത, സ്ഥലക്രമീകരണം തുടങ്ങിയിട്ടുള്ളവയൊക്കെ. ഇനിയും മുന്നോട്ട് ലംബകൃഷിയുടെ മറ്റു ചില മാതൃകകളാണ് ചിത്രത്തിൽ കൊടുത്തിട്ടുള്ളത്. വീട്ടിലും ലംബകൃഷി രീതിയിൽ പച്ചക്കറികൾ കൃഷി ചെയ്യുമല്ലോ. കൃഷിക്ക് വേണ്ടി ചെയ്ത സജ്ജീകരണങ്ങളും കൃഷിയുടെ ഓരോ ഘട്ടവും പ്രവർത്തന ഡയറിയിൽ വിശദീകരിക്കൂ. അതുപോലെ നിങ്ങളുടെ പ്രദേശത്ത് ലംബകൃഷി ചെയ്യുന്നവരുണ്ടോ? ഉണ്ടെങ്കിൽ അവിടം സന്ദർശിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും പറഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ നേടിയതെന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു കാര്യം 3 കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. എനിക്ക് ലംബകൃഷി ചെയ്യുന്നത് എങ്ങനെ അറിയാമെങ്കിൽ ആദ്യത്തെ സ്മൈലി ഇടുക. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ, ചെയ്ത് നോക്കിയിട്ടൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഓരോ ഇമോജിക്ക് നേരെ ടിക്ക് ഇടുക. രണ്ടാമത്തേത്, ലംബകൃഷിക്കായി സാമഗ്രികൾ സജ്ജീകരിക്കാൻ എനിക്ക് സാധിക്കും. അതായത് നമ്മൾ പറഞ്ഞല്ലോ ഏത് രീതിയിലാണ് അത് നിർമ്മിക്കേണ്ടതെന്ന്. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിർമ്മിക്കാൻ സാധിക്കുമെങ്കിൽ ആദ്യത്തെ ആ സ്മൈലിക്ക് നേരെ ടിക്ക് ഇടുക. ഇല്ലെങ്കിൽ അവസാനത്തെ സ്മൈലിക്ക് നേരെ, ഒരു ഏകദേശമൊക്കെ അറിയാമെങ്കിൽ നടുവിലുള്ള സ്മൈലിക്ക് നേരെ ടിക്ക് ഇടുക. ലംബകൃഷി രീതിയിൽ പച്ചക്കറി വിളയിക്കാൻ എനിക്ക് സാധിക്കും. നിങ്ങൾക്ക് അങ്ങനെ കൃഷി ചെയ്ത് പച്ചക്കറി വിളവെടുക്കാനായിട്ട് സാധിക്കുമെന്നുണ്ടെങ്കിൽ ആദ്യത്തെ കോളത്തിന് നേരെ ടിക്ക് ഇടുക. കുറച്ചൊക്കെ നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ രീതിക്ക് ഇടാം. പിന്നെ തീരെ കഴിയില്ല എന്നുണ്ടെങ്കിൽ അവസാനത്തെ ആ കോളം ടിക്ക് ഇടുക. അപ്പോൾ അതിനർത്ഥം നിങ്ങൾ ലംബകൃഷിയെക്കുറിച്ച് കുറച്ചുകൂടെ പഠിക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാട്ടോ മക്കളെ നമുക്ക് ഈ ഒരു ചെറിയ പാഠത്തിൽ നോക്കാനായിട്ടുള്ളത്. പറഞ്ഞ കാര്യങ്ങളൊക്കെ എളുപ്പമാണ്, മക്കൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇവിടെ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മുടെ 7ാം ക്ലാസ്സിലെ കൂടുതൽ ക്ലാസ്സുകൾ കിട്ടണമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ മറക്കാതെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അപ്പോൾ ശരി, നമുക്ക് അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്